നോമ്പ് തുടങ്ങിയിട്ട് ഇതുവരെ മലക്കറിയും മീനും ചോറും എല്ലാം കൂടെ കൂട്ടി കഴിക്കാതെ ഇരുന്നിരുന്ന് എന്തോ ഒരു വിമ്മിഷ്ടം. അപ്പോൾ ഇന്നലെ അങ്ങനെ ഇരുന്നപ്പോൾ ഒരു കൊതി എല്ലാം കൂടെ കഴിക്കണമെന്ന്. അപ്പം രാവിലെ എണീറ്റ് വന്ന് ആദ്യം ചെയ്തത് അരി കഴുകി തിളപ്പിച്ച് റൈസ് കുക്കറിലോട്ട് ഇറക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ ചെയ്ത് വന്നപ്പോൾ എൻ്റെ മോൻ ഇവിടെ കിടന്ന് കരച്ചിലും ബഹളവും, എന്തോ ഗ്യാസ് കയറിയണമെന്ന് തോന്നുന്നു. പിന്നെ ആശുപത്രിയിൽ കൊണ്ട് ഇക്ക മരുന്നൊക്കെ മേടിച്ചുകൊണ്ട് വന്ന്, പിന്നെ ഞാൻ ഇക്കയെ കൊണ്ട് ഇക്കയുടെ വീട്ടിലെ കൊണ്ടാക്കിയിട്ട് വന്നിട്ട് കുറച്ച് പച്ചരി എടുത്ത് വെള്ളത്തിയിട്ട്. കാരണം ഇന്നലെ 17-ാം രാവായിരുന്നു. അപ്പം നമ്മൾ എന്തെങ്കിലും നേർച്ച ഉണ്ടാക്കി ബദരീങ്ങൾക്ക് വേണ്ടി യസീനോതുമല്ലോ, അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ളതായിരുന്നു. അതൊക്കെ ചെയ്ത് വെച്ച് ഓടിപ്പോയി കുളിച്ചിട്ട് വന്നപ്പോൾ തന്നെ പള്ളിയിൽ ജുമയൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ നിസ്കരിച്ച് നേരെ വന്നു അരിയെടുത്ത് ഗ്യാസിൽ വെച്ച് ഒന്നുകൂടെ തിളപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ചമ്പാവരി ആയതുകൊണ്ട് പെട്ടെന്ന് വേവുന്നതാണ്. ഒരു തിളയും കൂടെ തിളപ്പിച്ച് അങ്ങ് എടുത്ത് ഞാൻ വടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് പിള്ളേർക്ക് ഓരോ മുട്ടയൊക്കെ പൊരിച്ച് അവർക്ക് ചോറൊക്കെ കൊടുത്തിട്ട് ഞാൻ ഓരോ പണികളിലോട്ടായിട്ട് കടന്നു. ആദ്യം തേങ്ങ തിരുമ്മാന്ന് വിചാരിച്ചു, കാരണം മീൻ കറി പുളിയും മുളകുമാണ് വെക്കുന്നത്. പക്ഷേ നമ്മൾ ഉണ്ടാക്കുന്നത് കലത്തപ്പമാണ്. അപ്പോൾ കലത്തപ്പത്തിനും തേങ്ങ വേണം, പിന്നെ അവിയൽ വെക്കാനും തേങ്ങ വേണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള തേങ്ങയൊക്കെ തിരുകി എന്നിട്ട് ഈ സംഭവം എല്ലാം കൂടെ ചേർത്ത് അങ്ങോട്ട് അരച്ച് കലത്തപ്പത്തിനുള്ളതെല്ലാം അരച്ച് ഞാൻ കുക്കറിലാണ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചത്. അപ്പോൾ മാവ് എത്തി കൂടുതലുണ്ട്. അപ്പോൾ ഞാൻ കരുതി ഒരു പാത്രത്തിൽ അങ്ങ് ഒഴിച്ചങ്ങ് എടുക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ ഇതിൽ സെറ്റ് ചെയ്തിരുന്നു. നല്ല അടിപൊളിയായിട്ട് വന്നു വിചാരിച്ചതുപോലെ തന്നെ. പിന്നെ അതൊക്കെ വേവിച്ചിറക്കി വെച്ചിട്ട് നേരെ പോയി മലക്കറിയും ഫ്രൂട്ട്സൊക്കെ മേടിച്ച് തിരിച്ച് വന്നപ്പോൾ തന്നെ റംസാൻ ട്യൂഷന് സമയം ആയിട്ടുണ്ടായിരുന്നു. അവനെയും കൊണ്ടാക്കി തിരിച്ച് വന്നപ്പോൾ 5:45 പിന്നെ എല്ലാം പറക്കി സെറ്റ് ചെയ്ത് വെച്ച് നോമ്പ് തുറക്കാനുള്ളതെല്ലാം മേശപ്പുറത്ത് കൊണ്ടുവച്ച് എന്നിട്ട് ഖുറാനൊക്കെ എടുത്ത് ഓതാൻ വേണ്ടിയിട്ടിരുന്നു. ഇന്നലത്തെ സ്പെഷ്യൽ എന്താ ഫ്രൂട്ട്സ് ഉണ്ടായിരുന്നു, പിന്നെ സ്പെഷ്യലായിട്ടുള്ളത് കലത്തപ്പമായിരുന്നു. അപ്പം അതെല്ലാം കൊണ്ടുവച്ചിട്ട് കുറച്ച് നേരം ഖുറാൻ ഓതാമെന്ന് വിചാരിച്ചു. അപ്പം ഓതി കഴിഞ്ഞിട്ടും ബാങ്ക് കേൾക്കുന്നില്ല. അങ്ങനെ നോക്കി ഇരുന്നപ്പോഴത്തേക്കും ബാങ്ക് കേട്ടിട്ടുണ്ടായിരുന്നു. ഞാൻ ഇന്നലെ പൈനാപ്പിൾ ജ്യൂസാണ് അടിച്ചത്. ഇതൊക്കെ ഒരു പൈനാപ്പിൾ ജ്യൂസാണെന്ന് ചോദിച്ചാൽ എനിക്ക് വെള്ളമാണ് ആവശ്യം. അതുകൊണ്ട് ഞാൻ ഏത് ജ്യൂസ് അടിച്ചാലും എത്രത്തോളം വെള്ളം ചേർക്കാൻ പറ്റും അത്രത്തോളം വെള്ളം ചേർക്കും. എനിക്ക് ഫുഡിനെക്കാളും മെയിൻ വെള്ളമാണ്. അങ്ങനെ വെള്ളമൊക്കെ കുടിച്ച് നോമ്പൊക്കെ തുറന്നതിന് ശേഷം ഒരു കലത്തപ്പം എടുത്ത് കഴിച്ചു. അടിപൊളിയായിരുന്നു. എപ്പോഴും ഉണ്ടാക്കുന്നതിനേക്കാളും സൂപ്പറായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പം അതൊക്കെ കഴിച്ച് ഞാൻ എൻ്റെ കുഞ്ഞിന് ടേസ്റ്റ് ചെയ്യാൻ കൊടുത്തപ്പോൾ അവന് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എൻ്റെ 2 മക്കളും 2 വ്യത്യസ്ത രീതിയിലാണ്. എൻ്റെ മൂത്തവൻ ഇതൊന്നും ഇഷ്ടമല്ല, അവൻ കഴിക്കത്തില്ല. പക്ഷേ ഇളയവൻ നേരെ തിരിച്ച് എന്ത് കൊടുത്താലും കഴിക്കും. പിന്നെ രാത്രിയായപ്പോൾ പിള്ളേർക്ക് ചോറൊക്കെ കൊടുത്ത് ഞാനും ചോറും മത്തിയും അവിയലും ഒക്കെ കൂട്ടി കഴിച്ചു. അപ്പോൾ അത്രയേ ഉള്ളൂ.